രാകേഷ് ചേട്ടാ, രാകേഷ് ചേട്ടന് ഓണം വൈബ് എന്ന് പറഞ്ഞ ആൽബം എടുക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടിയ സിറ്റുവേഷൻ എവിടെയാണ്? 1 second. ഓണം ക്ലബ്. ഓ, ഓണം വൈബായി പോയി. നിങ്ങൾ ഇവിടെ നിന്ന് വൈബ് അടിച്ച് ഓണം ക്ലബ്ബ്. അങ്ങനെ ബുദ്ധിമുട്ട് ഞാൻ ഇത് രജീഷ് പാലവിട എന്ന് പറഞ്ഞ റൈറ്ററാണ് എഴുതിയത്. അപ്പോൾ അദ്ദേഹം ഒരു ന്യൂ എൻട്രിയാണ്. അപ്പോൾ തമിഴില് പടങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, മലയാളം കൺവേർട്ട്. പക്ഷെ ആ ഏരിയയിൽ എനിക്ക് വേണ്ട ലൈൻസിലേക്ക് എത്താൻ കുറച്ച് ഒന്ന് പിടിവലി ഉണ്ടായിരുന്നു. പിന്നെ വെൻ ഇറ്റ് കെയിം ടു ദം ദേ ഈസിലി പാടി. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു സുഖം അതിനപ്പുറം അവർ പാടി തന്നു. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. വിജയ് ചേട്ടന്റെ പാട്ടുകളിൽ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? കേൾക്കാറില്ലെന്ന് എനിക്ക് മനസ്സിലായി, എന്നാലും ഉള്ളതിൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടെങ്കിലും എന്റെ പാട്ടുള്ള അത് അവരെ തന്നെ എനിക്ക് അവര് ട്രിപ്പിൾ ആറില് മറ്റേ ദോസ്തി എന്നുള്ള സോങ് അത് കുറച്ചുകൂടി വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഓബിയസ്ലി. അപ്പോൾ അയാൾ ചെറുതായിരുന്നപ്പോൾ അയാളിങ്ങനെ അത് റിപ്പീറ്റ് ആയിട്ട് പാടുകയൊക്കെ ചെയ്യായിരുന്നു. ഇത് ചുമ്മാ ഞങ്ങൾ മിക്സ് ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു 2 ദിവസത്തേക്ക് ഞാൻ ഈ ഷൂട്ടിന്റെ മുമ്പ് 2 ദിവസത്തേക്ക് ഞാൻ ചെന്നൈ പോയിട്ട് വന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് 2 ദിവസം അവർ തനിച്ചായതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ചെന്നൈ അവിടെ കൂടെ ഇരുന്നിട്ട് തിരിച്ചു വന്നു ഈ റിലീസിന് വേണ്ടി. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഈ പാട്ട് മിക്സ് കേൾക്കാൻ വേണ്ടി അവിടെ ബ്ലൂടൂത്ത് സ്പീക്കറിലോ അല്ലെങ്കിൽ ഇട്ട് ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാറിലും ഒക്കെ പ്ലേ ചെയ്ത് ഇവരെയും കേൾപ്പിച്ചു. എന്നിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ പട്ടിക്കുട്ടീനെ കളിപ്പിക്കാൻ അഭിയാൻ ഇങ്ങനെ കളിപ്പിക്കുന്ന. അപ്പോൾ എന്താണ് അവനെ ഇങ്ങനെ കൊഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ എന്ത് ചെയ്തപ്പോഴത്തേക്കും എന്താണ് അത്തം തത്തോണം തത്തം തത്തോണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇവൻ്റെ തലയിൽ ഇത് ട്യൂൺ കയറി ചെറുതായിട്ട്. അപ്പം he has that habit of quickly grasping out of it. So I don't know. But അങ്ങനെ ചുമ്മാ അതൊരു സന്തോഷം. പക്ഷേ ലൈക്ക് ഐ ഡോണ്ട് എക്സ്പെക്ട് ഞങ്ങൾ വളർന്നപ്പോൾ എല്ലാ പ്രോഗ്രാമിനും മിക്കവാറും ഞങ്ങളെ 3 പേരെയും കൊണ്ടുവരുന്നു. അത് ഇന്നത്തെ കാലത്ത് അവരെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവരെൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രോഗ്രാമും ഫുൾ സ്വിങ് ആയിട്ടുള്ള ഒരു ലൈവ് ഓഡിയൻസ്, അതായത് പബ്ലിക് പ്രോഗ്രാം ഇതുവരെ കണ്ടിട്ടില്ല അവർ. ആൻഡ് ഹോപ്പ്ഫുള്ളി എപ്പോഴെങ്കിലും അവർ കാണുമായിരിക്കും.